ശരിക്കും ഇതൊരു ആങ്സൈറ്റി ഉള്ളവർക്ക്, അതുപോലെ തന്നെ സ്ട്രെസ്സ് കൂടുതലുള്ളവർക്ക്, എപ്പോഴും ടെൻഷനുള്ളവർക്ക് ഒക്കെ നമ്മൾ കുങ്കുമപ്പൂവ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. ഡിപ്രഷൻ പേഷ്യൻസിനൊക്കെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഹെർബാണ് കുങ്കുമപ്പൂവ്. പണ്ട് വെളുക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നുകൊണ്ടിരുന്ന കുങ്കുമപ്പൂവ് എക്സ്പെൻസീവ് ആണെങ്കിലും വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലൊരു ഹെർബാണ് നമ്മളുടെ കുങ്കുമപ്പൂവ്. എങ്ങനെയൊക്കെ ഇത് കഴിക്കാമെന്നാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. ശരിക്കും ഒരു 5 സ്റ്റാൻസയുടെ ആവശ്യമുള്ളൂ കുങ്കുമപ്പൂവിൻ്റെ. ഇതൊന്ന് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിന് നമുക്കിനി നന്നായിട്ട് ഇതിനുള്ളിലെ കളർ നമുക്ക് കിട്ടണം. അതിന് ഒരു ചെറിയ ഐസ് ക്യൂബ് ഇടുക. അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ കളർ ഇളകും കേട്ടോ. അത് നമ്മൾ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലേക്ക് ഇട്ടാലും മതി. ഞാനിപ്പോൾ ഈ പാത്രം എടുത്തുന്നുള്ളൂ. ക്രഷ്. ശരിക്കുമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടുള്ളൂ. ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അത് തിളപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു പ്രോസസ്സ് വഴി ചെയ്യുമ്പോഴാണ് നല്ല പോലെ അത് കളറ് കണ്ടോ. ഇനി നമുക്ക് കുങ്കുമപ്പൂവ് നമ്മളിതാ ഇതുപോലെ കുറച്ച് മതി. ഇപ്പോൾ 4 പേർക്കൊക്കെ കഴിക്കാൻ ധാരാളമുണ്ട്. അമാസിൻ്റെ ക്രീമിലൊക്കെ ഇനി കുങ്കുമപ്പൂവ് ഉണ്ടായിരിക്കും. നമ്മുടെ ക്രീം ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കൊക്കെ ഇട്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ വരും കേട്ടോ. പാല് താല്പര്യമുള്ളവർക്ക് പാല്, അല്ല ഇളം ചൂടുവെള്ളമാണ് താല്പര്യമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാം. ശരിക്കും ഇതൊരു ആങ്സൈറ്റി ഉള്ളവർക്ക്, അതുപോലെ തന്നെ സ്ട്രെസ്സ് കൂടുതലുള്ളവർക്ക്, എപ്പോഴും ടെൻഷനുള്ളവർക്ക് ഒക്കെ നമ്മൾ കുങ്കുമപ്പൂവ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. ഡിപ്രഷൻ പേഷ്യൻസിനൊക്കെ പറയാറുമുണ്ട്. അപ്പോൾ ഇത് ചില ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം അത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്നാലും നമുക്കൊരു കാമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് വളരെ നല്ലതാണ് കുങ്കുമപ്പൂ എന്ന് പറയുന്നത്. സ്കിന്നിന് വളരെ നല്ലതാണ് കുങ്കുമപ്പൂ കഴിക്കുന്നത് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഉള്ളിലേക്കാണത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം പുറത്തേക്ക് നല്ല വൃത്തിയായിട്ട് വന്നോളൂ. അപ്പോൾ ഇങ്ങനെ കയ്യിലൊക്കെ ആയി ഇങ്ങനെയാണ് ശരിക്കും ഒരു ഒത്തൻറ്റിക് രീതിയിൽ നമുക്ക് നന്നായിട്ട് കുങ്കുമപ്പൂവിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.